ഹായ് ഗൈസ്, വെൽക്കം ടു ആര്യരാജ്. സുഖമല്ലേ? എനിക്ക് സുഖമാണ്. ഇന്നേ ഞാൻ പുതിയ ഒരു ടൈപ്പ് ഫ്രൂട്ട്സ് തടിയലുമായിട്ടാണ് വന്നിരിക്കുന്നത്. പച്ചക്കറി പറിക്കണം, നമുക്ക് വേറൊരു പച്ചക്കറി നടണം, അങ്ങനെ ഒത്തിരി വിശേഷങ്ങളുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ. എന്തായാലും നമുക്ക് ആദ്യം ആ ഫ്രൂട്ട്സ് ഒന്ന് നട്ടാലോ? നല്ല ഫ്രൂട്ട്സാണ്, നല്ല വില കൊടുത്ത് ഞാൻ മേടിച്ചതാണ്. 2 ഫ്രൂട്ട്സ് മേടിച്ചു, ഒരെണ്ണം പട്ടുപോയി. പക്ഷേ ഒരെണ്ണം ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അത് വിദേശത്തുള്ളതാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലും ഇന്ത്യക്കകത്തുമൊക്കെ ഒത്തിരി അത് വിപുലമായി കാച്ചു തുടങ്ങി. അതുകൊണ്ടാണ് ആ ഫ്രൂട്ട് കണ്ടപ്പോൾ എനിക്കും വാങ്ങണമെന്ന് തോന്നി. ഞാനും അങ്ങ് വാങ്ങിക്കൊണ്ട് വച്ചിരിക്കുകയാണ്. അത് നട്ടാലോ? നമുക്ക് എന്തായാലും അത് നല്ല രീതിയിൽ ഒന്ന് നടാം. അത് 1 വർഷം കൊണ്ട് അത് കായ്ഫലം തരുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും അത് നട്ടാലോ? നടാം. ഇവിടെയാണ് നടാൻ പോകുന്നത്. ഇവിടെ ആകുമ്പോൾ നല്ല വെയിൽ കിട്ടും, വിശാലമായിട്ട് ഇതിന് വളർന്ന് വരാൻ പറ്റും. നമ്മുടെ വീട്ടിൽ സാധാരണ കുരങ്ങന്മാരുണ്ട് കേട്ടോ, ശല്യം. നമ്മുടെ ഈ മതിലുകളിലൊക്കെ നമ്മൾ ഈ മുള്ള് ആണി വച്ചിരിക്കുന്ന കാരണമാണ് അത് ശല്യം ചെയ്യാത്തത്. ഈ ഭാഗത്താവും നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് നോക്കുകയും ചെയ്യാം. ഈ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ മുള്ള് വേലി വെച്ചിരിക്കുന്നത് കൊണ്ട് അത് പെട്ടെന്നൊന്നും അത് വരാറില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവിടെ നടാം. ഇല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കാച്ച് നമ്മൾ കഷ്ടപ്പെട്ട് നട്ട് ഈ കുരങ്ങന്മാർ വന്ന് അടിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്യും നമുക്ക്? അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഇതങ്ങ് നടാം. നല്ല ആഴത്തിൽ ചതുരത്തിൽ ഒരു വേലി എടുക്കുക, ഒരു കുഴി എടുക്കണം. സാധാരണ ഇതിൽ മരം ആവുമെന്നാണ് പറഞ്ഞത്. വലിയ മരം ആവത്തില്ല, എന്നാലും ഇത്തിരി പൊക്കത്തിൽ ഒരു മരം. ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് എന്തായാലും ഇവിടെ പൂത്ത് കായ്ക്കും. കുഴി ഒരു പരുവത്തിന് എടുത്തു ചെറിയ ചെറിയ പീസുകളാക്കി തൊണ്ടും ചകിരിയും കൂടെ ഇട്ട് കൊടുക്കുക. വെള്ളം നിൽക്കാൻ വേണ്ടി ഇത് ഉപകരിക്കും. തൊണ്ടടിക്കതിന് ശേഷം കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുമ്മായ ഇട്ട് കൊടുക്കാം. ഇതാ ഇത്രയും കുമ്മായം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി, ഇതാണ് അബിയു മരം. കണ്ട, ഇത് ഞാൻ 350 രൂപ കൊടുത്ത് വെള്ളായണി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗാർഡനിൽ നിന്ന് മേടിച്ചതാണ്. കൊള്ളാവോ? 1 വർഷം കഴിയുമ്പോൾ എന്തായാലും ഇത് പൂത്ത് കാതരും നമുക്ക്. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് വെച്ച് നടാം. ഇതാ ഒരു സൈഡ് ഒരു ബ്ലൈഡോ കത്തിയോ എന്തെങ്കിലും കൊണ്ട് ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യണം. എന്നിട്ട് മറ സൈഡ് പൂച്ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെയല്ല, അത് നമുക്ക് സൈഡുകളിങ്ങനെ കൊട്ടിയിട്ട് തിരിച്ച് കുടഞ്ഞെടുത്താൽ മതി. ഇതിപ്പോൾ പൂച്ചട്ടി എല്ലാത്തതുകൊണ്ട് ആകണ്ട. ഇങ്ങനെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ദിവസം വലുതായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ, എങ്കിൽ മണ്ണൊക്കെ അങ്ങ് അടന്നു പോകും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് അന്നത്തെ ദിവസം വെള്ളം ഒഴിക്കാതെ വെച്ചിരിക്കണം, എങ്കിലും ഇതുപോലെ കട്ടൊക്കെ കിട്ടുള്ളൂ. ഞാൻ ഇന്നതിൽ വെള്ളം ഒഴിച്ചില്ല, ഇതെല്ലാം ഒഴിച്ചതാണ്. പിന്നെ പതുക്കെ ഈ പേപ്പറിനെ അങ്ങ് മാറ്റിയിട്ട് ഇതുപോലെ എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ അതിലോട്ട് നട്ടു കൊടുക്കാം. മണ്ണ് നമ്മൾ ഇതുപോലെ നിരപ്പിൻ്റെ മണ്ണ് പോലെ ഇതുപോലെ ആവണം. ഈ പരുവത്തിനായിരിക്കണം നമ്മളെ പൊടി. ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വേപ്പും പിണ്ണാക്കും കൂടെ ഇട്ട് കൊടുക്കാം. ചുറ്റിനും ഇതുപോലെ വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് മണ്ണ്. ഇതുപോലെ നമ്മൾ ഏത് രീതിയിൽ നടും ആ രീതിയിൽ നമുക്ക് ഫലം കിട്ടും. ഒന്നും ഇടാതെയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒന്നും ഇടാതെയൊക്കെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കൊന്നുമില്ല. നമുക്കിനി ഇത് പൊടിച്ച് വരുമ്പോൾ തന്നെ ഈ സൈഡുകളൊക്കെ ഒന്നുകൂടെ കൊത്തിയിട്ട് വീണ്ടും ഒരു കുട്ട ചാണകം കൊണ്ടിടണം. അപ്പോൾ പെട്ടെന്ന് പൂത്തതിൻ്റെ ഫലം കിട്ടും.
കുറച്ചുകൂടെ ചാണകപ്പൊടി. ഇത്രയും ചാണകം, ഇത്രത്തോളം ചാണകം ഇടും. എന്നിട്ട് വീണ്ടും നമ്മൾ മണ്ണ് വെട്ടി അണച്ചു. ഈ പുല്ലൊക്കെ മാറ്റി കളയണം കേട്ടോ. പുല്ലൊന്നും ഇടരുത്, പുല്ലൊക്കെ വീണ്ടും പൊടിച്ച് കയറും. നല്ല മണ്ണിനെ വെട്ടി നമ്മൾ അണച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ അബിയൂ മരം നട്ട് കഴിഞ്ഞു. ഇതിൻ്റെ ഫ്രൂട്ട്സിനെ ഒരു ഫ്രൂട്ട്സിന് തന്നെ ഒരു 3/4 കിലോയോളം വരും. ഇതിൻ്റെ നമ്മൾ ഈ കരിക്കിൻ്റെ ടേസ്റ്റ് അറുത്തിട്ട് നമുക്ക് കുരുവുണ്ടാവും. ജ്യൂസാക്കി കുടിക്കാം, ഫ്രൂട്ടാക്കി കഴിക്കാം. ഈ ഫ്രൂട്ടുമായിട്ട് പാലും ഈ ഫ്രൂട്ടും പഞ്ചസാരയും ചേർത്ത് അടിച്ച് ജ്യൂസാക്കി കുടിക്കാം. എന്ത് ടേസ്റ്റാണെന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ പഴം. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ വലുതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇത് കാച്ചി വരട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നട്ട് കഴിഞ്ഞു. ഇതിലോട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുളിപ്പിച്ച് തന്നെ ഇടാം. ശർക്കരം പുത കൂടെ ഇട്ട് കൊടുക്കാവേ. പെട്ടെന്ന് ചൂടേക്കാതെ, മൂട്ടി ചൂടേക്കാതെ കുറച്ച് പുത കൂടെ ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ഇച്ചിരി വെണ്ട നടണം, പച്ചക്കറി പറിക്കണം. ഇങ്ങോട്ട് പോവോ. ഇവിടെയാണ് ഞാനിത് വെണ്ട നടാൻ പോകുന്നത്. ഇവിടെ ഞാൻ വേറെ ഐറ്റം നട്ടിരുന്നതാണ് കേട്ടോ, വഴുതല. അത് കാച്ചൊക്കെ വന്ന് പിന്നെ മരുന്നൊക്കെ തളിച്ചിട്ട് എന്തൊക്കെ ട്രീറ്റ് ചെയ്തിട്ടും ആ വഴുതലയെല്ലാം പിന്നെ വാടി 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 കായോടുകൂടി എല്ലാം പോയി. പിന്നെ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് അതെല്ലാം പിഴുന്ന് മാറ്റിയിട്ട് ഈ മണ്ണിൽ തീയിട്ടപ്പോൾ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചത്തു പോകില്ല. അങ്ങനെ 2-3 ദിവസത്തിന് മുമ്പ് തീയിട്ട് കുമ്മായവും വെതറി ഇതായിട്ടിരിക്കുകയാണ് കണ്ട. അങ്ങനെ വെതറി എല്ലാം ഇട്ടിട്ടിരിക്കുകയാണ് കണ്ട. നമുക്കിനി ഇതിലോട്ട് വെണ്ട നടണം. അല്ല, എല്ലാം ഇട്ടിട്ടിരിക്കുകയാണ്, ട്രീറ്റാക്കി ഇട്ടിരിക്കുകയാണ്. അതിലോട്ട് എന്നാലും കുറച്ച് വേപ്പും പിണ്ണാക്കിട്ട് ഇനി കുറച്ച് ചാണാപ്പൊടി കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് കൊമ്പം വെണ്ട, ഞാൻ ചുവപ്പ് വെണ്ടയൊക്കെ ഇളക്കി നട്ട് കേട്ടോ. ഇത് കൊമ്പം വെണ്ട. ആ വെണ്ട എന്തായാലും ഇവിടെ നമുക്ക് ഇളക്കി നടാം. ഈ മണ്ണിനെ നന്നായിട്ട് ഇളക്കി തീയൊക്കെ ഇട്ട് പരുവാക്കിയിട്ടിരുന്നതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ഉരമാണ് കണ്ട. ഇവിടെ വീഡിയോ എടുക്കുമ്പോഴേ എപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട് കിളിയുടെ ശബ്ദം. ഇവിടെ കിളികളുണ്ട് കേട്ടോ, 2 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് ചത്തത്, ഒന്നേ ഉള്ളൂ, ഒരു മഞ്ഞ കിളിയേ ഉള്ളൂ. ഏയ് കിളി, കിളിയേ, മഞ്ഞ കിളി, സ്വർണ്ണ കിളി, മൈപ്പീലി കാട്ടിലെ വർണ്ണ കിളി, അച്ഛനുണ്ടോ നിനക്കമ്മയുണ്ടോ, അനിയത്തി കൂട്ടിനുണ്ടോ, വീട്ടിൽ അനിയത്തി കൂട്ടിനുണ്ടോ. കൂട്ടിക്കിടക്കുന്ന കിളിയോടാണ് ചോദിക്കുന്നത് വീട്ടിൽ അനിയത്തി ഉണ്ടോയെന്ന്. പാവം, ഒരു കിളി കൂടെ വാങ്ങിയിടണം, കഷ്ടം. അത് ഒറ്റയ്ക്ക് എപ്പോഴും എഴുതൊരു കരച്ചിലാണ്. ഇതിലോട്ട് നടാം. മണ്ണോടുകൂടി കഴിയണത് മണ്ണോടുകൂടി നടാം. എപ്പോഴും നമ്മളിങ്ങനെ വിത്ത് കിട്ടുമ്പോൾ പുതിയ വിത്ത് എടുത്ത് നട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഓരോന്ന് കാച്ച് തീരുമ്പോൾ നമുക്ക് വീണ്ടും പുതിയ വെണ്ട വലുതായി വന്നുകൊണ്ടിരിക്കും. വെണ്ടയ്ക്കയ്ക്ക് ഒരിക്കലും മുട്ടില്ല, എപ്പോഴും നമുക്ക് വെണ്ടയ്ക്ക കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാനിങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം പറിക്കാൻ താമസിച്ച് പോയി അതൊന്നും അങ്ങ് വിറ്റും. പിന്നെ ഞാനങ്ങ് വിട്ടയ്ക്കും. പിന്നെ എന്ന് വെച്ചാൽ അതൊന്ന് വിത്താവിട്ട് വീണ്ടും നമുക്ക് ഇളക്കി നടാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വിത്തുകൾ കുറേ ശേഖരിച്ച് അങ്ങനെ വച്ചിരിക്കുകയാണ്. ഇങ്ങനെ വീണ്ടും നട്ട് ഇത് ഇനിയിപ്പോൾ 2-3 ദിവസമാണത് പൊടിച്ചു വരും. നമുക്കിനി ഇതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് പുതയിടാം. പുതിയ രീതിയിലെ പുതയിടലാണ്. കണ്ടോ, എന്തെന്ന് വെച്ചാൽ ഓല. നമുക്ക് ഇതായാലും മതി. ഇതിങ്ങനെ ഉണക്കണക്ക് വെച്ച് കൊടുത്താൽ ഇവിടെ ഇരിക്കും. കരിയില കിട്ടിയില്ലെങ്കിൽ ഓല എല്ലായിടം കിട്ടുമല്ലോ.
ഓല വെച്ചായാലും ഇതങ്ങനെ പുതയിട്ട് കൊടുത്താൽ മതി, വെയിലടിക്കാതിരുന്നാൽ മതി. ഒടിച്ച് വരണമനുസരിച്ച് നമ്മളെടുത്ത് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ താത്ത് വെച്ചിട്ട് ചെടികളെ ഞാൻ വെളിയിലോട്ട് ആക്കി വെച്ചിട്ട് ഇതിൽ കൂടെ മണ്ണിട്ട് കൊടുത്താൽ ഇതും ഒരു ഉരമായിട്ട് തന്നെ അതിൽ കൂടെ അങ്ങ് ചേരും. നമുക്കിനി കുറച്ച് പയർ നിൽക്കണം, അതുകൂടെ ഒന്ന് അടർത്തിയിട്ട് വരാവോ? നല്ല മുറ്റിയ പയർ ഒന്നരാടം നമുക്ക് പയർ പറിക്കാൻ പറ്റും. പിന്നെ അവിടുത്തെ മുട്ടീനും കൂടെ പറിക്കാം, ഒന്നരാടം പറിക്കാൻ പറ്റും. പയറിന് അങ്ങനെയാണ്, ഒന്നര മുറ്റി വരും. ഒരു കറിക്കുള്ള പയറും കൂടെ ആയി. എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ? ഇഷ്ടമായ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും ഞാൻ പറയണതാണ് കേട്ടോ. കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണേ. അടുത്തൊരു നല്ല വീഡിയോ ആയി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.